ദ്വിതീയ സ്കന്ധം 10-ാം അധ്യായത്തിലെ 35 മുതൽ 51 വരെയുള്ള ശ്ലോകങ്ങൾ ഈ അധ്യായത്തിലെ അവസാന ഭാഗമാണ്. 313-ാം പാഠത്തിലൂടെ നാം ഇന്ന് പഠിക്കുന്നത്. അമുനി ഭഗവദ്രൂപേ മായാതേ അനുപന്നിതേ ഉഭേ അപി ന ഗൃഹന്തി മായാ സൃഷ്ടേ വിപശ്ചിത സവാച്യവാചകതയാ ഭഗവൻ ബ്രഹ്മരൂപഭൃക് നാമരൂപക്രിയാധത്തേ സകർമാകർമ്മകപര പ്രജാപതിൻ മനുൻ ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവാൻ വിദ്യാധ്രാസുരഗുഹ്യകാൻ കിന്നരാപ്സരസോ നാഗൻ സർപ്പാൻ കിം പുരുഷോരഗൻ മാതൃരക്ഷപിശാചാംശ്ച പ്രേതഭൂത വിനായകൻ കൂഷ്മാണ്ഡോന്മാദവേതാളൻ യാതുധാനാൻ ഗ്രഹാനപി ഖഗാൻ മൃഗാൻ പശൂൻ വൃക്ഷൻ ഗിരീൻ നൃപസരീസൃപാൻ ദ്വിവിധാ യേന്യേ ജലസ്ഥല നഭോഗസ കുശലാ മിശ്ര കർമ്മണാം ഗതയസ്ത്വിമാഃ സത്വം രജസ്തമൈതി തിസ്ര സു ദ്വിവിധാ ചതുർവിധാ യേന്യേ ജലസ്ഥല നഭോഗസ കുശലാ മിശ്ര കർമ്മണാം ഗതയസ്ത്വിമാഃ സത്വം രജസ്തമൈതി തിസ്രസുര നൃനാരകാഃ സത്വം രജസ്തമൈതി തിസ്ര സുരനൃനാരകാഃ തത്രാപ്യേകൈകചോരാജൻ ഭിദ്യന്തേ ഗതയസ്ത്രിധാ യദൈകൈകതരോന്യാഭ്യാം സ്വഭാവോപഹന്യതേ സയേവേദം ജഗദ്ധാതാ ഭഗവൻ ധർമ്മരൂപധൃക് പുഷ്ണാതിസ്ഥാപയൻ വിശ്വം തിര്യൻ നരസുരാത്മഭി തതകാല അഗ്നിരുദ്രാത്മായൽ സൃഷ്ടമിതമാത്മന സന്നിയച്ഛതി കാലേന ഘനാനീകമിവാനില ഇത്തം ഭാവേന കഥിതോ ഭഗവൻ ഭഗവത്തമ നേത്രാവേന ഹി പരം ദ്രഷ്ടുമർഹന്തി സൂരയ നാസ്യ കർമ്മണി ജന്മാദോ പരസ്യാനുവിധീയതേ കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായയാരോപിതം ഹിതൽ അയം തു ബ്രഹ്മണ കൽപ സവികൽപ ഉദാഹൃത വിധി സാധാരണോ യത്ര സർഗാഃ പ്രാകൃത വൈകൃതാഃ പരിമാണം ച കാലസ്യ കൽപലക്ഷണ വിഗ്രഹം യഥാ പുരസ്തൽ വ്യാഖ്യാസ്യേ പാദ്മം കൽപമഥോ ശൃണു ശൗനക ഉവാച യദാഹനോ ഭവൻ സൂത ക്ഷത്താ ഭാഗവതോത്തമ ചചാര തീർത്ഥാനി ഭുവ ത്യക്ത്വാ ബന്ധൂൻ സുദുസ്ത്യജൻ കുത്ര കൗഷാരവേഹ തസ്യ സംവാദോധ്യാത്മസംശ്രിത
യദ്വാസ ഭഗവൻ തസ്മൈ പൃഷ്ട തത്വമുവാച ബ്രൂഹി നസ്തദിദം സൗമ്യ വിദുരസ്യ വിജേഷ്ഠിതം ബന്ധുത്യാഗനിമിത്തം ച തഥൈവാഗതവൻ പുനഃ സൂത ഉവാച രാജ്ഞാ പരീക്ഷിതാ പൃഷ്ടോ യദഭോജൻ മഹാമുനി തദ്വോഭിധാസ്യേ ശൃണുത രാജ്ഞ പ്രശ്നാനുസാരത. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സൽ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം വൈയാസക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പുരുഷസംസ്ഥാനവർണ്ണനം നാമ ദശമോധ്യായ സമാപ്തോയം ദ്വിതീയസ്കന്ധ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, 35 മുതലുള്ള ശ്ലോകങ്ങളാണ് ഈ 313 പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. ശ്ലോകം 35. അമൂനി ഭഗവദ്രൂപേ മയാ തേ അനുവർണിതേ ഉഭേ അപി ന ഗൃഹന്തി മായാ സൃഷ്ടേ വിപശ്ചിത. അമൂനി ഭഗവദ്രൂപേ, ഭഗവാന്റെ ഈ 2 രൂപങ്ങൾ മയാ എന്നാൽ തേ അങ്ങയോട് അനുവർണിതേ ക്രമത്തിൽ വർണ്ണിക്കപ്പെട്ടു. മായാ സൃഷ്ടേ ഉഭേ അപി മായയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ 2 വിപശ്ചിത വിദ്വാൻമാർ ന ഗൃഹന്തി സ്വീകരിക്കുന്നില്ല. ഈശ്വരനെ ഉപാസിക്കുവാൻ വേണ്ടി പറയപ്പെട്ടതായ ഭഗവാന്റെ ഈ 2 രൂപങ്ങളും മായാകൽപ്പിതങ്ങളാണെന്ന് ഉപദേശിക്കുന്നു. സ്ഥൂല സൂക്ഷ്മങ്ങളായ ഭഗവാന്റെ ഈ 2 രൂപങ്ങളും ഉപാസിക്കാനുള്ള മാർഗമായിട്ട് ഞാൻ അങ്ങയോട് ക്രമത്തിൽ വർണ്ണിച്ചു. ഈ 2 രൂപങ്ങളെയും വിവേകികൾ പരമാർത്ഥങ്ങളായിട്ട് ധരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ 2 രൂപങ്ങളും പ്രകൃതി കാര്യങ്ങളാൽ ബന്ധപ്പെട്ടതാണ്, അഥവാ പ്രകൃതി കാര്യങ്ങളാകയാൽ പ്രകൃതിയിൽ നിന്നും പരനായിരിക്കുന്ന ഈശ്വരന് രൂപകൽപ്പനം പരമാർത്ഥമല്ലെന്ന് കരുതി വിദ്വാൻമാർ ഈ 2 രൂപങ്ങളിൽ നിന്നും അതീതനാണ് ഈശ്വരൻ എന്ന് സ്വാനുഭൂതിയാൽ അറിയുന്നു എന്ന് താൽപ്പര്യം. അടുത്ത ശ്ലോകം 36. സവാച്യവാചകതയാ ഭഗവൻ ബ്രഹ്മരൂപധൃക് നാമരൂപക്രിയാധത്തെ സകർമാകർമ്മക സകർമാകർമ്മികപരാ എന്ന് ചില പുസ്തകത്തിൽ കാണുന്നുവെങ്കിലും നമുക്ക് അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. 36 ശ്ലോകം. സവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപധൃക് നാമരൂപക്രിയാധത്തെ സകർമാകർമ്മക പര. അകർമ്മക കർമ്മങ്ങൾ ചെയ്യാത്തവനും പര പ്രകൃതിയിൽ നിന്ന് അകന്നവനുമായ സ ഭഗവാൻ, ആ ഭഗവാൻ ബ്രഹ്മരൂപധൃക് ബ്രഹ്മാവിന്റെ രൂപത്തെ ധരിച്ചവനായിട്ട്
വാച്യവാചകതയാ വചിക്കപ്പെടുവാൻ യോഗ്യമായ രൂപത്തോടും വാചകങ്ങളായ നാമധേയങ്ങളോടും കൂടിയവനായിട്ട് സകർമ്മ കർമ്മങ്ങളോടുകൂടിയവനായിട്ട് നാമരൂപക്രിയാ നാമങ്ങളെയും രൂപങ്ങളെയും ക്രിയകളെയും ധത്തേ ധരിക്കുന്നു. ഭഗവാൻ സർവാത്മാവായിരിക്കുന്നുവെന്ന് മുകളിൽ പറഞ്ഞിട്ടുള്ളതിനെ ഉറപ്പിക്കുവാൻ ആ ഭഗവാൻ ഏകനാണ് ബ്രഹ്മാദിരൂപേണ സൃഷ്ടിയാദി ലീലകൾ നടത്തുന്നതെന്ന് കാണിക്കുന്നു. പ്രകൃതി ഗുണങ്ങളുടെ സമ്പർക്കമില്ലാതിരിക്കുന്നതിനാൽ വ്യാപാരാദികളില്ലാത്തവനാണെങ്കിലും ബ്രഹ്മരൂപത്തെ ധരിച്ചവനായിട്ട് വ്യാപാരമുള്ളവനായും പ്രാണികളെപ്പറ്റി വ്യവഹരിക്കുന്നതിന് ദേവൻ, മനുഷ്യൻ എന്നിങ്ങനെയുള്ള നാമങ്ങളെയും ആ നാമങ്ങളാൽ പറയപ്പെടുവാൻ യോഗ്യങ്ങളായ ദേവമനുഷ്യാദി രൂപങ്ങളെയും അധികാരി താരതമ്യേന ഫലഹേതുഭൂതകങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നു. നാമരൂപക്രിയാദി ഭേദേന പറയപ്പെടുന്നതിനെല്ലാം സത്യാധിഷ്ഠാനം ഭഗവാൻ ഏകൻ തന്നെ എന്ന് സാരം. ശ്ലോകം 37. പ്രജാപതീൻ മനൂൻ ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവാൻ വിദ്യാധ്രാസുര ഗുഹ്യകാൻ. ശ്ലോകം 38, 39. ഇത് 3 ശ്ലോകങ്ങളും കൂടി ഒരുമിച്ച് കുറെ പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് ഒരുമിച്ചാണ് പറയുന്നത്. കിന്നരാപ്സരസോ നാഗാൻ സർപ്പാൻ കിംപുരുഷോരകാൻ മാതൃ രക്ഷപിശാചാംശ്ച പ്രേതഭൂത വിനായകാൻ കൂഷ്മാണ്ഡോന്മാദവേതാളാൻ യാതുധാനാൻ ഗ്രഹാനഭി ഖഗാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരീൻ നൃപസരീസൃപാൻ. നൃപ, ഹേ രാജാവേ, ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രജാപതീൻ, പ്രജാപതികളെയും മനൂൻ, മനുക്കളെയും ദേവാൻ, ദേവന്മാരെയും ഋഷീൻ, ഋഷികളെയും പിതൃഗണാൻ, പിതൃക്കളെയും പൃഥക് സിദ്ധചാരണ ഗന്ധർവൻ, ഭിന്ന സ്വരൂപമുള്ള സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ ഇവരെയും വിദ്യാധ്രാസുര ഗുഹ്യകാൻ, വിദ്യാധരന്മാർ, അസുരന്മാർ, ഗുഹ്യകന്മാർ ഇവരെയും കിന്നര അപ്സരസ, കിന്നരന്മാർ, അപ്സരസുകൾ എന്നിവരെയും നാഗാൻ, നാഗങ്ങളെയും സർപ്പാൻ, സർപ്പങ്ങളെയും കിംപുരുഷോരകാൻ, കിംപുരുഷന്മാർ, പാമ്പുകൾ എന്നിവയെയും മാതൃക്കളെയും രക്ഷപിശാചാൻ, രക്ഷസുകൾ, പിശാചുക്കൾ എന്നിവരെയും പ്രേത ഭൂതവിനായകൻ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, വിനായകന്മാർ എന്നിവരെയും കൂഷ്മാണ്ഡോന്മാദവേതാളാൻ, കൂഷ്മാണ്ഡങ്ങൾ, ഉന്മാദങ്ങൾ, വേതാളങ്ങൾ എന്നിവരെയും യാതുധാനാൻ, യാതുധാനന്മാരെയും ഗ്രഹാനഭി, ഗ്രഹങ്ങളെയും ഖഗാൻ, ആകാശത്തിൽ സഞ്ചരിക്കുന്നവയെയും മൃഗാൻ, മൃഗങ്ങളെയും പശൂൻ, പശുക്കളെയും വൃക്ഷാൻ, വൃക്ഷങ്ങളെയും ഗിരീൻ, പർവ്വതങ്ങളെയും സരീസൃപാൻ, ഇഴയുന്ന ജന്തുക്കളെയും ധത്തെ ധരിക്കുന്നു, സൃഷ്ടിക്കുന്നു. ബ്രഹ്മാവ് നിർമ്മിക്കുന്ന രൂപഭേദങ്ങളെ വിസ്തരിച്ചു കാണിക്കുന്നു. ഹേ രാജാവേ, പ്രജാപതികൾ, മനുക്കൾ, ദേവന്മാർ, ഋഷികൾ, പല വിധത്തിലുള്ള പിതൃക്കൂട്ടങ്ങൾ, സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, അസുരന്മാര്, ഗുഹ്യകന്മാര്, കിന്നരന്മാര്, അപ്സരസ്സുകള്, നാഗങ്ങള്, സർപ്പങ്ങള്, കിംപുരുഷന്മാര്, ഉരകങ്ങള്,
മാതൃക്കള്, രാക്ഷസന്മാര്, പിശാചുക്കള്, പ്രേതങ്ങള്, ഭൂതങ്ങള്, വിനായകന്മാര്, കൂഷ്മാണ്ഡഗ്രഹങ്ങള്, ഉന്മാദ ദേവതകള്, വേതാളങ്ങള്, യാതുധാനന്മാര്, ഗ്രഹങ്ങള്, പക്ഷികള്, മൃഗങ്ങള്, പശുക്കള്, വൃക്ഷങ്ങള്, ഗിരികള്, മലമ്പാമ്പുകൾ ഈ വക രൂപങ്ങളെ സൃഷ്ടിക്കുന്നു. കർമാനുസാരേണ ബഹുവിധ ശരീരങ്ങളിൽ ജീവരൂപേണ ഭഗവാൻ തന്നെ വ്യാപരിക്കുന്നു എന്ന് സാരം. ശ്ലോകം 40. ദ്വിവിധാഃ ചതുർവിധായേന്യേ ജലസ്ഥലനഭോഗസ കുശലാകുശലാ മിശ്രാ കർമ്മണം ഗതയസ്ത്വിമാഃ. ദ്വിവിധാഃ രണ്ടു വിധത്തിലും, ചതുർവിധാഃ നാലു വിധത്തിലും, ജലസ്ഥലനഭോഗസ ജലം, സ്ഥലം, ആകാശം ഇവയിൽ വസിക്കുന്ന, അന്യേ അന്യങ്ങൾ, യാവചിലതോ ഏതൊക്കെയാണോ, താൻ വിധത്തെ അവയെയും സൃഷ്ടിക്കുന്നു. കുശലാകുശലാഃ യോഗ്യങ്ങളും അയോഗ്യങ്ങളും, മിശ്രാഃ സമ്മിളിതങ്ങളുമായ, ഇമാഹ ഇവ കർമ്മണാം ഗതയ കർമ്മങ്ങളുടെ ഗതികളാകുന്നു. ജലത്തിലും സ്ഥലത്തിലും വസിക്കുന്ന സ്ഥാവരങ്ങള്, ജംഗമങ്ങള് എന്ന രണ്ടു വിധത്തിൽ, സ്ഥാവരങ്ങള് ജംഗമങ്ങള് എന്ന രണ്ടു വിധത്തിൽ ഉൾപ്പെടുന്നവയെയും, ജരായുജങ്ങള്, അണ്ടജങ്ങള്, സ്വേദജങ്ങള്, ഉദ്ഭിജങ്ങള് എന്ന നാലു വിധത്തിൽ പറയപ്പെടാവുന്നവയുമായ സൃഷ്ടിവർഗങ്ങളെയും, ഇതൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, മറ്റുള്ള സകല നാമരൂപങ്ങളെയും ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. കർമ്മഗതികൾ എത്ര വിധമെന്നും അവയുടെ സ്വരൂപങ്ങൾ ഏതുവിധ ഉള്ളവയെന്നും രാജാവ് ചെയ്ത ചോദ്യത്തിന് ഇപ്രകാരമുള്ള രൂപഭേദങ്ങളുടെ സൃഷ്ടിക്ക് ജീവാദൃഷ്ടങ്ങൾ തന്നെ കാരണം എന്ന് കാണിക്കുവാൻ ഇവിടെ തന്നെ ഉത്തരം പറയുന്നു. ഉത്തമ പ്രാണി വർഗത്തിൽ തമോ ഗുണം, അതായത് സത്വഗുണം, ഇങ്ങനെ ഓരോ ഗുണങ്ങളും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ഉത്തമ പ്രാണി വർഗത്തില് സത്വഗുണം അധികമുള്ളതിനാൽ ഉത്തമ പ്രാണിവർഗത്തിൽ സത്വഗുണം അധികമുള്ളതിനാൽ അവ ശ്രേഷ്ഠങ്ങൾ. അധമപ്രാണിവർഗത്തിൽ തമോ ഗുണം അധികരിച്ചിരിക്കുന്നതിനാൽ അവ നികൃഷ്ടങ്ങൾ. മധ്യമ പ്രാണിവർഗത്തിൽ ഈ മൂന്ന് ഗുണങ്ങളുടെയും സ്വഭാവങ്ങൾ ഇടകലർന്നു കാണപ്പെടും. ഇതിന് ആ ജീവന്മാർ ജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യം, പാപം, മിശ്രം എന്ന മൂന്ന് വിധം കർമ്മങ്ങൾ കാരണമാകുന്നു. കർമ്മങ്ങളെ ഇങ്ങനെ മൂന്ന് വിധമായിട്ടും അവയുടെ ഫലങ്ങളെ ദേവ, മനുഷ്യ, തിര്യഗാദികളായിട്ടും അനുഭവിക്കുവാൻ തക്ക വിധം സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവിൻ്റെ അധികാരമാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നു. കർമ്മങ്ങള്, ആ കർമ്മങ്ങൾ ഏതൊക്കെയാണ്? പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, പുണ്യപാപങ്ങൾ, മിശ്രമായ കർമ്മങ്ങൾ. ഇതിനനുസരിച്ചിട്ട് കർമ്മഫലത്തെയും വിഭജിച്ചു കൊടുക്കുന്നത് ബ്രഹ്മാവ് ആണ് എന്ന് താല്പര്യം. ശ്ലോകം 41. സത്വം രജസ്തമൈതി തിസ്ര സുരനൃനാരകാഃ തത്രാപ്യേകൈകശോ രാജൻ ഭിദ്യന്തേ ഗതയസ്ത്വിമാഃ ഗതയസ്ത്രിധാഃ. ഗതയസ്ത്വിമാഃ എന്നാണ് നമ്മുടെ പാഠം. ഗതയസ്ത്വിമാഃ, ചിലതിൽ ഗതയസ്ത്രിധ എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണും. നമ്മൾ ഗതയസ്ത്വിമ എന്നെടുക്കുമ്പോൾ സത്വം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, സുര നൃനാരകാഃ, ദേവൻ, മനുഷ്യൻ, തിര്യജന്തു എന്നീ ഭേദത്താൽ
തിസ്ര ഗതയ ഭവന്തി, 3 വിധ ഗതികൾ ഭവിക്കുന്നു. രാജൻ, രാജാവേ, തത്രാപി, അതിലും, ഏകൈകശ, ഓരോ വകുപ്പിൽ, ഗതയ, ഗതികൾ, ത്രിധാ ഭിദ്യന്തേ, 3 വിധത്തിൽ ഭേദിക്കുന്നു. ഈ വിധം ദേഹങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണത്തെ കാണിക്കുകയാണ്. ഹേ രാജാവേ, സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളിൽ നിന്ന് ദേവന്മാർ, മനുഷ്യര്, തിര്യക്കുകൾ എന്നീ 3 വിധം ഗതിഭേദങ്ങൾ ഉണ്ടാകുന്നു. സത്വം അധികരിക്കുമ്പോൾ പുണ്യകർമ്മം ചെയ്യും, അപ്പോൾ ഉത്തമന്മാരായ ദേവന്മാരായിട്ട് ഭവിക്കും. തമസ് അധികരിക്കുമ്പോൾ അധമങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് തിര്യക് ജന്തുക്കളായിട്ട് ഭവിക്കുന്നു. രജസ് അധികരിക്കുമ്പോൾ പുണ്യപാപ മിശ്രങ്ങളായ കർമ്മങ്ങൾ ചെയ്യും, അപ്പോൾ മനുഷ്യരായിട്ടും ഭവിക്കും. അതിനാൽ ഗതികൾ ഇങ്ങനെ 3 വിധത്തിൽ ഭേദിക്കുന്നു. അതായത് ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള സ്വർഗം, നരകം, ഭൂലോകം, ഇങ്ങനെ സ്ഥാനങ്ങളും 3ആയിട്ട് ഭേദിക്കുന്നു. ഈ ഓരോ വകുപ്പുകളിൽ കാണപ്പെടുന്ന ബഹുവിധ ഭേദങ്ങൾക്കും കാരണം സത്വാദി ഗുണങ്ങളുടെ താരതമ്യമാകയാൽ അനേക ഗതിഭേദങ്ങൾ കണ്ട് പരിഭ്രമിക്കേണ്ടതില്ലെന്ന് ചുരുക്കത്തിൽ സമാധാനം പറഞ്ഞിരിക്കുന്നു. അടുത്ത ശ്ലോകം 42. സയേവേദം ജഗദ്ധാതാ ഭഗവാൻ ധർമ്മരൂപധൃക് പുഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യങ് നരസുരാത്മഭീ. ഏകൈകതര സ്വഭാവ, ഒരുവിധമായ സ്വഭാവം, അന്യാഭ്യാം, മറ്റു 2 ഗുണങ്ങളാൽ, യഥാ ഉപഹന്യതേ, എപ്പോൾ നിരോധിക്കപ്പെടുന്നുവോ, തഥാ അപ്പോൾ, ഏകൈകശ, ഓരോന്നിലും, ത്രിധാഗതയ ഭവന്തി, ത്രിധാഗതയ ഭവന്തി, 3 വിധ ഗതികൾ ഭവിക്കും. അതായത് ഓരോ ഗുണങ്ങളും മറ്റോരോ ഗുണങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവയുടെ സ്വഭാവത്തിന് തടസ്സം നേരിടുന്നു. അതുകൊണ്ടാണ് 3 വിധ ഗതിഭേദങ്ങൾ ഉണ്ടാകുന്നത്. ശ്ലോകം 43. സയേവേദം 42 നമ്മൾ കഴിഞ്ഞു. 42 ശ്ലോകം 42. ഈ 42ാമത്തെ ശ്ലോകം ചില പുസ്തകങ്ങളിൽ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയായിട്ടും ബാക്കി 43ആയിട്ടും കാണിക്കാറുണ്ട്. നമ്മുടെ പാഠമനുസരിച്ച് 41 ഒടുവിലുള്ള പാദവും ചേർത്തിട്ടാണ് 42ാമത്തെ ശ്ലോകം കണക്കാക്കുന്നത്. അർത്ഥം പറയുന്നതിന് വേണ്ടിയിട്ട് യദൈകൈകതരോന്യാഭ്യാം സ്വഭാവ ഉപഹന്യതേ സയേവേദം ജഗദ്ധാതാ ഭഗവൻ ധർമ്മരൂപധൃക് പുഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യങ് നരസുരാത്മഭീ. ഏകൈകതര സ്വഭാവ, ഒരുവിധമായ സ്വഭാവം, അന്യാഭ്യാം, മറ്റു 2 ഗുണങ്ങളാൽ, യഥാ ഉപഹന്യതേ, എപ്പോൾ നിരോധിക്കപ്പെടുന്നുവോ, തഥാ അപ്പോൾ, ഏകൈകശ, ഓരോന്നിലും, ത്രിധാ ഗതയ ഭവന്തി, 3 വിധ ഗതികൾ ഭവിക്കും. ജഗദ്ധാത, ലോകങ്ങളുടെ സൃഷ്ടികർത്താവായ, ജഗദ്ധാത, ലോകങ്ങളുടെ സൃഷ്ടികർത്താവായ
സ ഭഗവാൻ ഏവ, ആ ഭഗവാൻ തന്നെ ധർമ്മരൂപധൃക്ക് വിഷ്ണു രൂപത്തെ ധരിച്ചവനായിട്ട് തിര്യങ് നരസുരാത്മഭി, തിര്യക്കുകൾ മനുഷ്യന്മാർ ദേവന്മാർ എന്ന രൂപങ്ങളെ കൊണ്ട് ഇതം വിശ്വം, ഈ ലോകത്തെ സ്ഥാപയൻ സ്ഥിരപ്പെടുത്തുവാനായിട്ട് പുഷ്ണാദി പോഷിപ്പിക്കുന്നു. അതായത് ഓരോ ഗുണങ്ങളും മറ്റോരോ ഗുണങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവയുടെ സ്വഭാവത്തിന് തടസ്സം നേരിടുന്നു. അതുകൊണ്ടാണ് 3 വിധ ഗതിഭേദങ്ങൾ ഉണ്ടാവുന്നത്. ബ്രഹ്മരൂപേണ സൃഷ്ടിക്കുന്നുവെന്ന് കാണിച്ചതിന് ശേഷം വിഷ്ണു രൂപേണ രക്ഷിക്കുന്നു. ബ്രഹ്മാവിന്റെ രൂപത്തിലാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഇനി അടുത്തത് പറയുന്നത് വിഷ്ണുവിന്റെ രൂപത്തിലാണ് രക്ഷിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. ജഗൽകർത്താവായ ആ ഭഗവാൻ തന്നെ വിഷ്ണു രൂപത്തെ ധരിച്ചിട്ട് ഈ ലോകത്തെ അതാതിൻ്റെ നിലക്ക് ഓരോന്നിനെയും നിർത്തിക്കൊണ്ട് പരിപാലിക്കുന്നു. ഇതിനുവേണ്ടി ഭഗവാൻ തിര്യഗാദി വർഗങ്ങളിൽ സ്വരൂപത്തെ ധരിക്കുന്നു. ഓരോ അവതാരങ്ങളാൽ ലോകത്തെ പരിപാലിക്കുന്നുവെന്ന് സാരം. മത്സ്യകച്ഛപാതി തിര്യകവതാരം, രാമകൃഷ്ണാദി മനുഷ്യാവതാരം, വാമന സുയജ്ഞാദി ദേവാവതാരം തുടങ്ങിയിട്ടുള്ള അവതാരങ്ങളെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ശ്ലോകം, അടുത്ത ശ്ലോകം 43. തതക്കാലാഗ്നിരുദ്രാത്മായൽ സൃഷ്ടമിതമാത്മന സന്നിയച്ഛതി കാലേന ഘനാനീകമിവാനില. ആത്മന തന്നിൽ നിന്നും സൃഷ്ടം ഇതം സൃഷ്ടിക്കപ്പെട്ട യാതൊരീ വിശ്വത്തെ കാലാഗ്നിരുദ്രാത്മാ, കാലം അഗ്നി രുദ്രൻ എന്നീ രൂപങ്ങളോടുകൂടിയവനായിട്ട് കാലേന കാലത്താൽ ഘനാനീകം മേഘസമൂഹത്തെ അനില ഇവ വായു എന്ന പോലെ സന്നിയച്ഛതി തന്നിൽ തന്നെ അടക്കുന്നു. രുദ്രരൂപേണ സംഹരിക്കുന്നതും ആ ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. തന്നിൽ തന്നെ താനാകുന്ന ഉപാദാന ദ്രവ്യത്തെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ വിശ്വത്തെ കാലം പ്രളയകാലത്തിൽ ഉണ്ടാകുന്ന അഗ്നി എന്നീ സാധനങ്ങളാകുന്ന രുദ്രസ്വരൂപനായ ഭഗവാൻ തന്നിൽ തന്നെ സംഹരിക്കുന്നു, ലയിപ്പിക്കുന്നു. വായു മേഘസമൂഹത്തെ ഛിന്നഭിന്നമാക്കുന്നത് പോലെ ഭഗവാൻ സ്വതന്ത്രനായിട്ട് ലോകത്തെ സംഹരിക്കുന്നു. അടുത്ത ശ്ലോകം 44. ഇത്തം ഭാവേന കഥിതോ ഭഗവൻ ഭഗവത്തമ നേത്തം ഭാവേന ഹി പരം ദ്രഷ്ടുമർഹന്തി സൂരയ. ഭഗവത്തമ, ഭഗവാൻ എന്ന് പറയപ്പെടുന്നതിന് അത്യന്തം ഉത്തമനായ ഭഗവാൻ ഈശ്വരൻ ഇത്തം ഭാവേന ഇപ്രകാരമിരിക്കുന്നവനെന്ന ഭാവത്തിൽ കഥിത പറയപ്പെട്ടു. ഹി എന്നാൽ ഇത്തം ഭാവേന ഈ മാതിരി ഭാവത്താൽ ദ്രഷ്ടും കാൺമാനായിക്കൊണ്ട് സൂരയ വിദ്വാൻമാർ ന അർഹന്തി അർഹന്മാരല്ല. ഭഗവാൻ എന്ന് പറയപ്പെടുവാൻ യോഗ്യമായിരിക്കുന്നവരിൽ വെച്ച് അത്യുത്തമനായ ഭഗവാന്റെ സ്വരൂപം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്ന ഭാവത്താൽ പറയപ്പെട്ടു. വിവേകികൾ ഭഗവാന്റെ സ്വരൂപം ഇപ്രകാരമായിരിക്കുന്നത് ആണെന്ന് കാണുന്നവരല്ല. ഇന്ന വിധമിരിക്കുന്നവൻ എന്ന് വിദ്വാൻമാർ ഭഗവാനെ കുറിച്ച് പറയുവാൻ സാധിക്കുകയില്ല. വിദ്വാൻമാർക്ക് ഇന്ന വിധം എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട്
ഉപാസനയ്ക്ക് വേണ്ടി ഭഗവാന്റെ സ്വരൂപത്തെ ഈ വിധം പറഞ്ഞു എന്ന് സാരം. തസ്മാത് ഈ ഏതസ്മാത് ആത്മന ആകാശസംഭൂത ആകാശവായു വായോരഗ്നി അഗ്നേർ അപ അഭ്യ പൃഥിവീ പൃഥിവ്യാ ഔഷധയ ഔഷധിഭ്യോ അന്നം അന്നാദ്രേത തേതസ പ്രജാഹ. ഇത് ശ്രുതി പ്രമാണമാണ്. ഈ ശ്രുതി പ്രമാണത്തെ ആസ്പദമാക്കിയിട്ട് ജഗൽ കാരണത്വേന ഭഗവാനെ വർണ്ണിച്ചു. വാസ്തവത്തിൽ കാരണഭാവത്തിലും ഭഗവാനെ വർണ്ണിച്ചുകൂടാ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശ്ലോകം 45. നാസ്യ കർമാണി ജന്മാദോ പരസ്യാനുവിധീയതേ കർത്തൃത്വപ്രതിഷേധാർത്ഥം മായയാരോപിതം ഹിതൽ. അസ്യ ജന്മാദോ, ഇതിൻ്റെ വിശ്വത്തിൻ്റെ ജനനാദി കാര്യത്തിൽ, പരസ്യ പരമേശ്വരന് കർമാണി കർമ്മങ്ങൾ ഇല്ല. ഹി എന്തുകൊണ്ടെന്നാൽ മായയാ ആരോപിതം, മായ നിമിത്തം ആരോപിക്കപ്പെട്ടിരിക്കുന്ന തൽ കർത്തൃത്വം, ആ കർത്തൃഭാവത്തെ പ്രതിഷേധാർത്ഥം പ്രതിഷേധിക്കുവാൻ വേണ്ടിയിട്ട് അനുവിധീയതേ അനുവർണിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാതിരൂപം ഉള്ളവനാണ് ഭഗവാൻ എന്ന് വിവേകികൾ കാണുന്നില്ലെന്ന് പറഞ്ഞത് എന്ന് കാണിക്കുവാനാണ് ഈ ശ്ലോകം. ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയരൂപമായ കർമ്മത്തിൽ ഭഗവാന് കർത്തൃത്വം ഇല്ല. പിന്നെ എന്തിനായിട്ട് ഇങ്ങനെ ആദ്യം പറഞ്ഞിരിക്കുന്നുവെന്നാൽ, മായയാൽ ഭഗവാനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കർത്തൃത്വത്തെ നിഷേധിക്കുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചു പറയപ്പെട്ടിരിക്കുന്നതല്ലാതെ ഭഗവാൻ കർത്താവാണെന്നുള്ള താല്പര്യാർത്ഥം ശ്രുതിയിൽ കാണപ്പെടുന്നില്ല. അടുത്ത ശ്ലോകം 46. അയന്തു ബ്രഹ്മണക്കൽപ്പ സവികൽപ്പ ഉദാഹൃത വിധി സാധാരണോയത്ര സർഗാ പ്രാകൃതവൈകൃതാഹ. അയന്തു ഇതാകട്ടെ സവികൽപ്പ അവാന്തര വികൽപ്പങ്ങള് അവാന്തര കൽപ്പങ്ങളോടുകൂടിയ ബ്രഹ്മണക്കൽപ്പ ബ്രഹ്മകൽപ്പമാണ്. ഉദാഹൃത പറയപ്പെട്ടിരിക്കുന്നു. യത്ര യാതൊരു കൽപ്പത്തിൽ പ്രാകൃത വൈകൃതാഹ സർഗാഹ പ്രകൃതിയെയും വികൃതിയെയും സംബന്ധിച്ച സൃഷ്ടിവർഗങ്ങൾ സാധാരണ വിധി സാമാന്യ നിയമമാകുന്നു. പ്രകൃതിയെ സംബന്ധിച്ച സൃഷ്ടികൾ മഹത്വം മുതൽ മഹൽ തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങൾ, വികൃതിയെ സംബന്ധിച്ച സൃഷ്ടികൾ പൃഥിവ്യാദി വികാരങ്ങളോടുകൂടിയ സ്ഥാവരാദി സർഗങ്ങൾ ആകുന്നു. സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതു കൽപ്പത്തിൽ ബ്രഹ്മാവ് ജനിച്ചുവോ അതിന് ബ്രഹ്മകൽപ്പം എന്നാണ് പേര്. ബ്രാഹ്മകൽപ്പം എന്നും പറയാറുണ്ട്, ബ്രഹ്മകൽപ്പം എന്നും പറയാറുണ്ട്. ബ്രഹ്മാവ് ജനിച്ച ആ കൽപ്പത്തെ ബ്രഹ്മകൽപ്പം ബ്രാഹ്മകൽപ്പം എന്ന് പറയുന്നു. അതിൽ അവാന്തര കൽപ്പങ്ങൾ അടങ്ങിയിട്ടുണ്ട്, മറ്റ് കൽപ്പങ്ങൾ. മഹാകൽപ്പം എന്നും ബ്രഹ്മകൽപ്പത്തിന് പേരുണ്ട്. ബ്രഹ്മകൽപ്പത്തിൻ്റെ മറ്റൊരു പേരാണ് ശരിക്ക് മഹാകൽപ്പം. ഈ മഹാകൽപ്പത്തിൽ മഹത്തത്വം മുതൽ പൃഥിവി വരെയുള്ള ഉൽപ്പത്തികളും പൃഥിവ്യാദി ഭൂതങ്ങളുടെ സമ്മേളനങ്ങളാൽ ഉണ്ടാകുന്ന സ്ഥാവരാദികളുടെ ഉൽപ്പത്തികളും സാധാരണ ധർമ്മമാകുന്നു. അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട് പിന്നീടൊരവസരത്തിൽ. മഹൽ തത്വം, അഹങ്കാരതത്വം ഇതേക്കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശ്ലോകം 47. പരിമാണം ജകാലസ്യ കൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ പാത്മം കൽപ്പമധോ ശൃണു. കാലസ്യ കാലത്തിൻ്റെ പരിമാണം, സ്ഥൂല സൂക്ഷ്മ സ്വരൂപം, കൽപ്പ ലക്ഷണ വിഗ്രഹം കൽപ്പത്തിൻ്റെ ലക്ഷണവും സ്വരൂപവും, പാത്മം കൽപ്പം പാത്മം എന്ന് പറയപ്പെടുന്ന കൽപ്പവും, പുരസ്താൽ ഇനിമേൽ
യഥാ വ്യാഖ്യാസ്യേ വിസ്തരിച്ചു പറയാം. അധോ ശൃണു അനന്തരം കേട്ടാലും. കാലത്തിൻ്റെ പരിണാമത്തെയും കൽപ്പത്തിൻ്റെ ലക്ഷണത്തെയും അവതാരകൽപ്പം, മന്വന്തരം ഇവയുടെ സ്വരൂപത്തെയും പാത്മകൽപ്പത്തെയും ഇനിമേൽ ക്രമത്തിൽ പറയാൻ കേട്ടോളൂ. പിന്നീട് ഓരോന്നായിട്ട് പറയും. ശൗനക ഉവാച, ശ്ലോകം 48. യദാഹനോ ഭവൻ സൂതക്ഷത്താ ഭാഗവതോത്തമ ചചാരതീർത്ഥാനി ഭുവസ്ത്യക്ത്വാ ബന്ധൂൻ സുദുസ്ത്യജൻ. ഭാഗവതോത്തമ, ഭഗവത് ഭക്തന്മാരിൽ ഉത്തമനായ ക്ഷത്ത വിതുരർ, സുദുസ്ത്യജാൻ ഉപേക്ഷിക്കപ്പെടുവാൻ അതിപ്രയാസമുള്ള ബന്ധുക്കളെ ത്യക്ത്വ വെടിഞ്ഞിട്ട്, ഭുവ തീർത്ഥാനി ഭൂമിയിലുള്ള തീർത്ഥങ്ങളെ ചച്ചാര സഞ്ചരിച്ചുവെന്ന് സൂത അല്ലയോ സൂത, ഭവാൻ അങ്ങ് ന യഥാഹ ഞങ്ങളോട് യാതൊരു സംഗതി പറഞ്ഞുവോ. ശൗനകൻ പറയുന്നു, ഹേ സൂത, ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായ വിതുരർ ഏതുവിധത്തിലും ഉപേക്ഷിക്കുവാൻ പ്രയാസമുള്ളവരായ ബന്ധുക്കളെ ഉപേക്ഷിച്ച് ഭൂമിയിലുള്ള തീർത്ഥങ്ങളെ സേവിച്ച് സഞ്ചരിച്ചുവെന്ന് പറയുന്നുവല്ലോ. 49 ശ്ലോകം. കുത്ര കൗഷാരവേ തസ്യ സംവാദോധ്യാത്മസംശ്രിത യദ്വാസ ഭഗവാൻ തസ്മൈ പൃഷ്ടതത്വമുവാചഃ. തസ്യ അവനും വിതുരർക്കും കൗഷാരവേഹെ മൈത്രേയ മഹർഷിക്കും തമ്മിൽ അധ്യാത്മസംശ്രിത ആത്മാവിനെ അധികരിച്ചുണ്ടായ സംഭാഷണം കുത്ര ഏതു ദിക്കിൽ വെച്ചായിരുന്നു. പൃഷ്ട ചോദിക്കപ്പെട്ട ഭഗവാൻ സ ജ്ഞാനപരിപൂർണനായ ആ മൈത്രേയൻ യദ്വാ തത്വം യാതൊരു തത്വത്തെ ഉവാച ഹ സ്പഷ്ടമായി പറഞ്ഞുവോ. ആ വിതുരരും മൈത്രേയ മഹർഷിയും തമ്മിലുണ്ടായ പരമാത്മ വിഷയാത്മകമായ സംവാദം എവിടെ വെച്ചാണ് നടന്നത്? വിതുരരുടെ ചോദ്യവും മഹർഷി പറഞ്ഞ ഉത്തരവും ഏതുവിധം ആയിരുന്നു? അടുത്ത ശ്ലോകം 50. ബ്രൂഹിനസ്തദിദം സൗമ്യ വിതുരസ്യ വിജേഷ്ഠിതം ബന്ധുത്യാഗനിമിത്തം ച തഥൈവാഗതവാൻ പുന. വിതുരസ്യ വിജേഷ്ഠിതം വിതുരന്റെ പ്രവൃത്തിരൂപമായ തത് ഇതം ഈ സംഗതിയെ സൗമ്യ ഹേ സാധുശീല ന ബ്രൂഹി ഞങ്ങളോട് പറഞ്ഞാലും. ബന്ധുത്യാഗനിമിത്തം ബന്ധുക്കളെ ഉപേക്ഷിക്കുവാനുണ്ടായ കാരണവും തഥായേവ അപ്രകാരം തന്നെ പുനഃ ആഗതവാൻ പിന്നെ വന്നതും. ഹേ സൗമ്യ, വിതുരരുടെ പ്രവൃത്തിയും ബന്ധുക്കളെ ഉപേക്ഷിക്കുവാനുണ്ടായ കാരണവും പിന്നെ മടങ്ങി വന്നത് എങ്ങനെയെന്നുമുള്ള സംഗതിയും ഞങ്ങളോട് പറയണം. സൂത ഉവാച രാജ്ഞാ പരീക്ഷിതാ പൃഷ്ടോ യദവോചൻ മഹാമുനി തദ്വോഭിധാസ്യേ ശൃണുത രാജ്ഞപ്രശ്നാനുസാരത. പരീക്ഷിതാരാജ്ഞ പരീക്ഷിത്തു രാജാവിനാൽ പൃഷ്ട മഹാമുനി ചോദിക്കപ്പെട്ട മഹാനായ മുനി ശുഗമുനി യത് അവോചൽ യാതൊന്നിനെ പറഞ്ഞുവോ തത് അതിനെ വഹ് നിങ്ങളോട് രാജ്ഞ രാജാവിൻ്റെ പ്രശ്നാനുസാരത ചോദ്യരീതിയെ അനുസരിച്ച് അഭിധാസ്യേ ഞാൻ പറയാം ശൃണുത നിങ്ങൾ കേൾക്കുവിൻ. സൂതൻ പറഞ്ഞു, ഹേ ഋഷികളെ, പരീക്ഷിത്തു മഹാരാജാവ് ചോദിച്ചതിന് ശ്രീശുഖമുനി അരുളി ചെയ്തതായ ഉത്തരത്തെ ആ ക്രമത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, കേൾക്കുവിൻ. ഇതോടുകൂടി ദ്വിതീയ സ്കന്ധത്തിലെ മനന നിരൂപണ പ്രകരണം ശങ്കാനിരൂപണം എന്ന 10ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. 10ാമത്തെ അധ്യായം സമർപ്പിക്കുന്നതോടുകൂടി ദ്വിതീയ സ്കന്ധം ശ്രീമദ് ഭാഗവതത്തിലെ 1ഉം 2ഉം സ്കന്ധങ്ങൾ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. ലളിതമായിട്ട് കഠിനമായിട്ടുള്ള പാഠങ്ങളെ പറ്റാവുന്നതിനനുസരിച്ച് പഠിച്ചുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്നു.
ഇനി അടുത്തത് തൃതീയ സ്കന്ധത്തിലെ കഥാഭാഗങ്ങളിലേക്കാണ് കടക്കുന്നത്. എന്താണെന്ന് അടുത്ത സമ്പൂർണ്ണ പാരായണം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഈ ദ്വിതീയ സ്കന്ധം ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദത്തിൽ നമുക്ക് സമർപ്പിക്കാനുള്ള ആലോചന കൂടി നടത്തുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.